ജോയിൻ ചെയ്യും, ചിലപ്പോൾ ഇല്ലെങ്കിലും ഇന്ററാക്റ്റീവ് ആയിട്ട് എടുത്താൽ മതി. ആ ഓക്കെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാല്ലേ? ഓക്കെ. സോ ഗുഡ് ഈവനിങ് എവ്രി വൺ. നമ്മൾ ഇന്ന് ഇതിനകത്ത് പറയാൻ പോകുന്നത് KWA എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസിന്റെ പാർട്ടായിട്ടുള്ള ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളാണ്. ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ ബോഡിക്കകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ്, അതായത് ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ലിവറിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ വേറെ ചെറിയ 2 ടോപ്പിക്സ് കൂടി കവർ ചെയ്യുന്നുണ്ട്. ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റും അതുപോലെ തന്നെ കോമൺ മെത്തേഡ്സ് ഫോർ കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സിന്റെ ഒരു ഓവറോൾ ഡാറ്റ പറയുകയാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളാണ്. അങ്ങനെ ഒരു 7 ടെസ്റ്റുകളാണ് ഉള്ളത്. ഇതിനകത്ത് 4 എണ്ണം ബേസ്ഡ് ആയിട്ടുള്ളത് എൻസൈംസ് ആണ്. നമുക്കറിയാം എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. അതായത് നമ്മൾക്ക് ഒരു ബയോളജിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഏറ്റവും ആവശ്യമുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് എൻസൈം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം എൻസൈം, അതായത് ഇപ്പൊ നമ്മൾക്ക് ഒരു ബയോളജിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എൻസൈംസ് ഇല്ലാതെ ഒരു റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ മേ ബി ഒരു 3 ദിവസം വരെ എടുക്കും. പക്ഷെ ഒരു സ്മോൾ എമൗണ്ട് എൻസൈം ഉണ്ടെങ്കിൽ അത് ഒരു 3 മിനിറ്റ് കൊണ്ട് വരെ നടക്കും. അത്രയും ഡിഫറൻസ് ആണ് എൻസൈംസ് ഒരു റിയാക്ഷനിൽ വരുത്തുന്നത്. സോ എൻസൈംസിന്റെ ഇമ്പോർട്ടൻറ്റ് ഇതിനകത്ത് തന്നെ മനസ്സിലാവും. പിന്നെ അതേപോലെ വേറൊരു കാര്യമുണ്ട്, എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ടിലെ നമ്മളെ ബോഡിയിൽ ആവശ്യമുള്ളൂ. എൻസൈംസിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നമ്മൾക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ അതാണ് ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ. നമ്മൾ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ 4 ടെസ്റ്റുകൾ, അലനൈൻ അമിനോ ട്രാൻസ്ഫറേസ്, അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ്, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, ഗാമ ഗ്ലൂട്ടാമൈൽ ട്രാൻസ്ഫറേസ്, ഇതൊക്കെ എൻസൈമുകളെ പേരുകളാണ്. ഈ എൻസൈമുകളുടെ അളവ് കൂടുതലാണോ എന്ന് നോക്കിയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഇത്. ആ ടെസ്റ്റുകൾക്ക് അതേ പേര് തന്നെ, എൻസൈമിന്റെ അതേ പേര് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ എൻസൈം കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരും. അപ്പം ഏത് എൻസൈമാണ് കൂടുതലായിട്ടുള്ളത്, ആ എൻസൈം ഏത് ഓർഗൻസിലൊക്കെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്. മെയിൻ ആയിട്ട് നമ്മളിവിടെ ലിവറിന്റെ കാര്യമാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ലിവറിനകത്ത് ഉള്ള എൻസൈംസ് ആണ്. ഈ എൻസൈംസ് എല്ലാം ലിവറിനകത്തുള്ളതാണ്. ചില എൻസൈംസ് ലിവറിനകത്ത് കൂടാതെ വേറെ ഓർഗൻസിലുണ്ട്. ഇപ്പം ചിലതൊക്കെ ബോണിലുണ്ട്, മസിലിൽ, അതുപോലെ തന്നെ ബൈൽ ഡക്റ്റ്, അങ്ങനെ ഓർഗൻസിലൊക്കെ പ്രസന്റ് ആയിട്ടുള്ള എൻസൈംസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു ഓർഗൻസിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ എൻസൈമിന്റെ എമൗണ്ട് നോക്കിയാൽ മതി. നമ്മൾക്ക് ബേസിക്കലി നോർമൽ ആയിട്ട് എത്ര എമൗണ്ട് ഓഫ് എൻസൈം ആണുള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നോർമൽ എമൗണ്ടിനെക്കാളും എത്ര എമൗണ്ട് ആണ് കൂടുതൽ അല്ലെങ്കിൽ കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾക്ക് അസുഖം എന്താണെന്ന് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എൻസൈമിന്റെ എമൗണ്ട് നോർമൽ ലെവലിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിനിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നില്ല. അതായത് അതൊരു അസുഖത്തിന്റെ കാരണമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ക്ലിനിക്കലി അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഈ എൻസൈമിന്റെ എമൗണ്ട് നോർമൽ എമൗണ്ടിനേക്കാളും കൂടുതലാവുമ്പോഴാണ് നമ്മൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പം അതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെയാണ് വേറെ 2 പ്രോട്ടീൻസ് ആണ്, ബിലിറൂബിൻ, ആൽബുമിൻ എന്ന് പറയുമ്പോൾ 2 പ്രോട്ടീൻസ് ആണ്. ഈ പ്രോട്ടീൻസിന്റെ എമൗണ്ടും ഇതുപോലെ നോർമൽ ലെവലിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. അതേപോലെ തന്നെ അതും കൂടിയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. പിന്നെ പ്രോത്രോംബിൻ ടൈം ആണ്, അത് വേറൊരു ടെസ്റ്റ് ആണ്. ഒക്കെ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ പറയുന്ന ഒരു ടോപ്പിക്കാണ് എസ്റ്റിമേഷൻ ഓഫ് ബിലിറൂബിൻ ബൈ മാലോയ് ആൻഡ് ഇവലൈൻ മെത്തേഡ്. അതായത് ബിലിറൂബിന്റെ എമൗണ്ട് എങ്ങനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബിലിറൂബിന്റെ എമൗണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണം, നമ്മുടെ ബോഡിക്കകത്ത് എത്ര ബിലിറൂബിൻ ഉണ്ട് എന്ന് നോക്കിയിട്ട് വേണം നോർമൽ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് ബിലിറൂബിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുക എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് മാലോയ് എവ്ലിൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ്. അതെങ്ങനെയാ ചെയ്യുന്നത് എന്ന് നമ്മൾ ഇന്ന് നോക്കും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ചെറിയ 2 ടോപ്പിക്കുകൾ കൂടിയാണ്. ഒന്ന് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ആണ്. ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പിഡ് നമ്മളെ ബോഡിയിലുള്ളത് എത്ര എമൗണ്ട് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ ലിപ്പിഡ്സ് ആണ് ഉള്ളത്, എത്രയാണ് നോർമൽ എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ കൊളസ്ട്രോൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ്. ഓക്കെ, പിന്നെ കൊളസ്ട്രോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ. കൊളസ്ട്രോൾ നമ്മളെ ബോഡിയിലുള്ള കൊളസ്ട്രോൾ കൂടിപ്പോയി പിന്നെ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ഡെയിലി ലൈഫിൽ കേൾക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എങ്ങനെയാണ് കൊളസ്ട്രോളിന്റെ ലെവൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, എത്രയാണ് കൊളസ്ട്രോളിന്റെ നോർമൽ ലെവൽ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ,
അപ്പൊ ആദ്യം നമ്മൾക്ക് ഈ ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിലേക്ക് കടക്കാം. മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് ബ്ലഡ് ടെസ്റ്റ് ആണ് ചെയ്യുക. അതായത് ലിവറിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ ലിവറിന്റെയും ബിലിയറി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈൽ ഡക്റ്റ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ലിവറിന്റെ തന്നെ ഒരു പാർട്ടാണല്ലോ ബൈൽ ഡക്റ്റ്. അപ്പൊ ലിവറിന്റെ ബൈൽ ഡക്റ്റ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആ ഒരു പാർട്ട്, ആ ഒരു മൊത്തം സിസ്റ്റത്തിന്റെ ഹെൽത്തിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ബ്ലഡ് ആണ്. ബ്ലഡ് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ടെസ്റ്റുകൾ എന്താണ് മെഷർ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എൻസൈംസിനെയാണ് ഈ ടെസ്റ്റ് വഴി നമ്മൾ മെഷർ ചെയ്ത് നോക്കുന്നത്. എൻസൈമിന്റെ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ നമ്മളെ ലിവറും ഈ ഒരു ബൈൽ ഡക്റ്റും ഒക്കെ ഹെൽത്തി ആണോ എന്ന് നോക്കുന്നത് ഈ ഒരു എൻസൈംസ് വെച്ചിട്ടാണ്. പിന്നെ ചില കേസിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബിലിറൂബിൻ, ആൽബുമിൻ, അവരൊക്കെ പ്രോട്ടീൻസ് ആണ്. അപ്പൊ പ്രോട്ടീൻസിനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തൊരു എമൗണ്ടും, അതായത് ഒരു ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനോ എൻസൈമോ വേറെ എന്തെങ്കിലും ഒക്കെ ലിവറിൽ മാത്രം കണ്ടുവരുന്ന ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് സെയിം ടെസ്റ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ലിവറിനോട് ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബൈൽ ഡക്റ്റിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിന്റെ ഒക്കെ നോർമൽ എമൗണ്ട് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇത് നോർമൽ ആണോ അബ്നോർമൽ ആണോ ഹെൽത്തി ആണോ അല്ലെങ്കിൽ അൺഹെൽത്തി ആണോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾക്ക് ഓരോ ടെസ്റ്റും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ ടെസ്റ്റ് എന്തൊക്കെയാണ് ടെസ്റ്റുകൾ എന്നൊക്കെ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്നതാണ് അലാനിൻ അമിനോ ട്രാൻസ്ഫറൈസ്, ALT എന്നാണ് പറയുന്നത്. ഓക്കെ, അലാനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അലാനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ ആസിഡ് ആണ്. അമിനോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോട്ടീനിന്റെ ബിൽഡിംഗ് ബ്ലോക്ക്. അതായത് ഓരോ പ്രോട്ടീനും ഫോം ചെയ്തിട്ടുള്ളത് എന്താ? അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ് അല്ലെ? അപ്പോൾ ഈ അമിനോ ആസിഡ് ആണ് അലാനിൻ. അലാനിൻ അമിനോ ട്രാൻസ്ഫറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിനകത്ത് ആ പേരിൽ തന്നെ ഉണ്ട്. അലനൈനിലുള്ള അമിനോ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ വേറൊരാൾക്ക് കൊടുക്കുന്ന, ട്രാൻസ്ഫർ ചെയ്തിട്ട് കൊടുക്കുന്ന എൻസൈമിന്റെ പേരാണ് അലൈനിൻ അമിനോ ട്രാൻസ്ഫറേസ്. അതായത് അലൈനൈൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ആണ്, അതിനകത്തൊരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്. അമിനോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ അല്ലെ? അമിനോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് NH2. ഓക്കെ, NH2 ആണ് അമിനോ ഗ്രൂപ്പ്. അപ്പോൾ അമിനോ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻസൈമാണ് അലാനിൻ അമിനോ ട്രാൻസ്ഫറൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൈ ലെവൽസ് ഓഫ് ഈ ഒരു എൻസൈം അല്ലെങ്കിൽ ALT എൻസൈം ഹൈ ലെവൽ ആയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ലിവർ ഡാമേജ് സംഭവിക്കും. ഓക്കെ, NH2 അതായത് അലാനൈൻ ഗ്രൂപ്പിലുള്ള അമിനോ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഈ ഒരു എൻസൈം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഹൈ എമൗണ്ട് ഓഫ് ALT പ്രസന്റ് ആയി കഴിഞ്ഞാൽ അത് ലിവർ ഡാമേജിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. പിന്നെ നോർമൽ ലെവൽ എത്രയാണെന്നറിയോ? നോർമൽ ലെവൽ ആണ് 7 to 56 യൂണിറ്റ്സ്. 7 to 56 യൂണിറ്റ്സ് പെർ ലിറ്റർ ആണ്. ഓക്കെ, 7 to 56 യൂണിറ്റ്സ് വരെ നോർമൽ ആയിട്ട് നമ്മൾക്ക് നമ്മളെ ബ്ലഡിൽ ഉണ്ടായാലും ഓക്കെ ആണ്, കുഴപ്പമില്ല. അപ്പം ഈ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾക്ക് കൺഫ്യൂഷൻ വരില്ലേ? യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഇപ്പം പെർ ലിറ്റർ, ഓക്കെ, ലിറ്റർ നമ്മൾക്ക് പരിചയം ഉണ്ടാവും അല്ലെ? 1 ലിറ്റർ എത്രയാണ്, 2 ലിറ്റർ എത്രയാണ് നമുക്കറിയാം. പക്ഷെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ കറക്റ്റ് ഒരു യൂണിറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു യൂണിറ്റ് എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈക്രോമോൾ സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റ് ആക്കാൻ ആവശ്യമായിട്ടുള്ള എൻസൈമാണ്. അതായത് ഒരു നോർമൽ കണ്ടീഷൻ, നോർമൽ ടെമ്പറേച്ചർ, pH എല്ലാം പ്രസന്റ് ആയിട്ടുള്ള ടൈമിൽ ഒരു മൈക്രോമോൾ, ഓക്കെ, ഒരു മൈക്രോമോൾ, ഓക്കെ, ഒരു മൈക്രോമോൾ സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ആവശ്യമുള്ള എൻസൈമിനെയാണ് നമ്മൾ ഒരു യൂണിറ്റ് എൻസൈം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നതെന്ന് അറിയോ? അതായത് ഈ ഒരു ഓരോ എൻസൈമിന്റെയും യൂണിറ്റ് ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഇപ്പൊ പറഞ്ഞിട്ടുള്ള അലാനൈൻ അമിനോ ട്രാൻസ്ഫറൈസ് ഉണ്ടല്ലോ, ഈ അലാനൈൻ അമിനോ ട്രാൻസ്ഫറൈസ് എൻസൈം മേ ബി കുറച്ച് മതിയാവും, പെട്ടെന്ന് തന്നെ ഈ ഒരു സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റും. അതായത് നമ്മൾക്കറിയാം എൻസൈമിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പം ഈ അലൈനൈൻ അമിനോ ട്രാൻസ്ഫറൈസ് വളരെ കുറച്ച് എമൗണ്ട്, ഇപ്പൊ ഒരു 1 mg ഒക്കെ, ഒരു 1 mg അലൈനൈൻ അമിനോ ട്രാൻസ്ഫറൈസ് മതി ഒരു മൈക്രോമോൾ സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റാൻ. നേരെ മറിച്ചിട്ട് വേറെ ഏതെങ്കിലും എൻസൈം, നമ്മൾക്ക് അറിയുന്ന ഒരു എൻസൈമിന്റെ പേര് പറയൂ. ലിപ്പൈസ് എൻസൈം വേണമെങ്കിൽ ചിലപ്പം ഒരു 2 mg ഒക്കെ വേണ്ടി വരും, അല്ലെങ്കിൽ 3 mg ഒക്കെ വേണം വിചാരിക്കുക. അപ്പൊ എന്താണ്, അത് ഡിഫറെന്റ് ആണ്. അതായത് നമ്മളിവിടെ നോക്കുന്നത് സബ്സ്ട്രേറ്റിന്റെ അളവാണ്. ഒരു മൈക്രോമോൾ സബ്സ്ട്രേറ്റിനെ നോർമൽ ടെമ്പറേച്ചർ, pH ഒക്കെ ഉള്ള അവസ്ഥയിൽ പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റാൻ ആവശ്യമുള്ള എൻസൈമിന്റെ എമൗണ്ട് ആണ് ഒരു യൂണിറ്റ് എൻസൈം എന്ന് പറയുന്നത്. അത് അങ്ങനെയുള്ള 7 to 56
യൂണിറ്റ് അങ്ങനെയുള്ള 7 to 56 യൂണിറ്റ്സ് പെർ ലിറ്റർ ആണ് നമ്മൾ നോർമൽ റേഞ്ച് ആയിട്ട് പറയുന്നത്. ഓക്കെ. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്. ഓക്കെ, ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എലവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ എമൗണ്ടിനെക്കാളും കൂടുതലായി കഴിഞ്ഞാൽ, അതായത് 56 യൂണിറ്റിനെക്കാളും കൂടുതലായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ കണ്ടീഷൻസിനെ, എന്ത് ലിവർ കണ്ടീഷൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഹെപ്പറ്റൈറ്റിസ്, ഫാറ്റി ലിവർ ഡിസീസ്, സിറോസിസ്, ഇത്രയും ലിവർ ഡിസീസസിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ചിലപ്പം. അതായത് ഇപ്പം അലൈനിൻ അമിനോ ട്രാൻസ്ഫറേസ്, അതിന്റെ പേര് പഠിക്കണം, പിന്നെ അത് എവിടെയാണുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പം ലിവർ കണ്ടീഷൻസ്, ഹെപ്പറ്റൈറ്റിസ്, ഫാറ്റി ലിവർ ആൻഡ് സിറോസിസ്, ഇതൊക്കെ കൂടി നമ്മൾ എങ്ങനെയാ ഓർത്തിരിക്കുക അല്ലെ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു കോഡ് ഉണ്ടാക്കാം. കോഡ് എന്നൊക്കെ പറയുമ്പം ജസ്റ്റ് ഫണ്ണായിട്ട് ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ സ്വന്തമായിട്ട് കോഡൊക്കെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ജസ്റ്റ് പറയാം. ഓക്കെ, അപ്പോ നമ്മൾക്ക് ഈസി ആയിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട് ആൾട്ട്, എന്താ നമ്മൾക്ക് ആൾട്ടോ കാർന്ന് ഓർക്കാം അല്ലെ? ആൾട്ടോ. പിന്നെ നമ്മൾക്ക് വേണ്ടത്, പിന്നെ നമ്മൾക്ക് ഡിസീസസ് ഏതൊക്കെയാന്ന് നോക്കാം. ഇത് ലിവറിലാണ് എന്നുള്ള കാര്യം നമുക്ക് ഈസിയാ, കാരണം ലിവറിൽ മാത്രം നമ്മൾ എന്താ പഠിക്കുന്നത്? ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളാണല്ലോ അല്ലെ? അപ്പോ ലിവറിലാണ് കാണുന്നത് എന്ന് നമുക്ക് ഓർക്കാം. ഓക്കെ, അത് പ്രത്യേകിച്ച് കോഡൊന്നും വേണ്ട. ഈ ആൾട്ടിന് നമുക്ക് ആൾട്ടോ കാർന്ന് ഓർക്കാം. ആൾട്ടോ കാറിൽ നമ്മൾ പോവാണ്. ഓക്കെ, ആൾട്ടോ കാറിൽ നമ്മൾ പോയിട്ട് ആൾട്ടോ കാറിൽ നമ്മൾ പോയിട്ട് ഇവിടെ കണ്ടോ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസിന്റെ എച്ച് എടുക്കാം. അതേപോലെ തന്നെ ഫാറ്റി ലിവർ ഡിസീസിന്റെ എഫ് എടുക്കാം. സിറോസിസിന്റെ സിയും HFC. ഓക്കെ, ആൾട്ടോയിൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്തു? HFC കഴിച്ചു. ഓക്കെ, ഇനി വേണമെങ്കിൽ ആൾട്ടോയിൽ നമ്മൾ ഇരുന്നിട്ട് ലൈവായിട്ട് HFC കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ നമ്മൾ എന്താ കഴിക്കുന്നത്? KFC അല്ലേ? KFC ഇല്ല, KFC തീർന്നു പോയി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കഴിച്ചു? HFC കഴിച്ചു. അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം. ജസ്റ്റ് ഫണ്ണായിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് വേറെ കോഡ്സ് ഒക്കെ ഉണ്ടാക്കാം. അതുപോലെ ഈ കോഡ്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ട്, എല്ലാം പഠിച്ച കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു ബിറ്റ്സ് ആയിട്ട് ഷോർട്ട് നോട്ട്സ് ഒക്കെ ആയിട്ട് എഴുതിയിട്ട് അതെപ്പോഴും ഇങ്ങനെ നമ്മൾ പോക്കറ്റിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് ബ്രഷപ്പ് ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഓർത്ത് നോക്കുക. ഓർത്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഈ നോട്ട് എടുത്തിട്ട് നോക്കുക. അങ്ങനെ റിവൈസ് ചെയ്ത് ലാസ്റ്റ് നോട്ടിന്റെ ആവശ്യം ഇല്ലാതാവും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ ഫോമിലുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ബാക്ക് ടു ദ ടോപ്പിക്. നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നതാണ് അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ്, AST. AST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതുപോലെ തന്നെ ഒരു എൻസൈമാണ്. ഇവിടെ നേരത്തെ അലാനിൻ ആയിരുന്നു, ഇപ്പൊ നമ്മൾ പറയുന്നത് അസ്പാർട്ടേറ്റ് ആണ്. അസ്പാർട്ടേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ തന്നെ ഒരു അമിനോ ആസിഡ് ആണ്. അപ്പൊ എന്തായിരിക്കും അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ് എൻസൈമിന്റെ ഫംഗ്ഷൻ? അമിനോ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത് തന്നെയാണ് അല്ലെ? ഓക്കെ, ഇപ്പം നേരത്തെ അലാനിൻ ആയിരുന്നു, ഇപ്പൊ അസ്പാർട്ടേറ്റ് ആയി. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം എവിടേക്കാണുള്ളത്. ഇത് ബേസിക്കലി നമ്മൾക്ക് ഈ എൻസൈംസിന്റെ ഈ ഒരു ടെസ്റ്റുകളുടെ കേസിൽ നമ്മൾക്ക് ഏത് ഓർഗനിലാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഓർഗൻസിലാണ് ഈ എൻസൈംസ് ഒക്കെ പ്രസന്റ് ആയിട്ടുള്ളത്, അതുപോലെ ഇവരുടെയൊക്കെ നോർമൽ റേഞ്ച് എത്രയാണ്, പിന്നെ ഈ എൻസൈംസിന്റെ എമൗണ്ട് നോർമൽ ലെവലിനേക്കാളും കൂടി പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഡിസീസസ് ആണ് വരുന്നത്, ഈ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, നിങ്ങൾ വല്ലാണ്ട് എൻസൈംസിന്റെ ബയോകെമിസ്ട്രി അല്ലെങ്കിൽ ഇപ്പം അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ് എന്താ ചെയ്യുന്നത് അങ്ങനെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഈ ഒരു 3 കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുള്ളൂ. അതുകൊണ്ടാണ് അത് മാത്രം ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നോക്കാം അല്ലെ? ഈ ഒരു അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ് എവിടേക്കാണ് ഉള്ളത് നോക്കാം. ലിവറിലുണ്ട്, പിന്നെ ഹാർട്ടിലുണ്ട്, മസിൽസിലുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നോർമൽ റേഞ്ച് എന്താണ്? 10 to 40 യൂണിറ്റ് പെർ ലിറ്റർ. ഇപ്പൊ യൂണിറ്റ് പെർ ലിറ്റർ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ? എന്താണ് യൂണിറ്റ്? ഒരു യൂണിറ്റ് ഓഫ് എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എലവേറ്റഡ് ആയിട്ടുള്ള AST എന്തൊക്കെ ഇതാണ്? മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, അതുപോലെ തന്നെ മസിൽ ഡിസോർഡേഴ്സ്, ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സിലൊക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ലിവർ ഡിസീസ്, നോർമലി ലിവർ ഡിസീസ്, പിന്നെ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, മസിൽ ഡിസോർഡേഴ്സ്, ഇങ്ങനെ എത്രയും ഡിസീസസിലാണ് കണ്ടുവരുന്നത്. ഓക്കെ, അതായത് ഒന്നുകൂടി പറയാം.
AST അല്ലെങ്കിൽ അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ, ഹാർട്ട്, മസിൽസ് ഇത്രയും ഓർഗൻസിലാണുള്ളത്. അതുപോലെ തന്നെ ലിവർ ഡാമേജിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് വളരെ കുറച്ച് റയർ ആയിട്ടുള്ള ഒരു കേസാണ് ഈ ASTന്റെ ഒരു എമൗണ്ട് വളരെ കൂടുക എന്നുള്ളത്. പിന്നെ നോർമൽ റേഞ്ച് 10 to 40 യൂണിറ്റ് പെർ ലിറ്റർ ആണ് ഇതിന്റെ നോർമൽ റേഞ്ച്. പിന്നെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AST എലവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഡിസീസസ് ആണ് ഒന്ന് ലിവർ ഡിസീസ്, നമുക്ക് കോമൺ ആയിട്ട് അറിയാം അല്ലേ, കാരണം ലിവറിലാണ് മെയിൻ ആയിട്ട് ഉള്ളത്. പിന്നെ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, അതേപോലെ മസിൽ ഡിസോർഡേഴ്സ്, ഇതൊക്കെ ഈ ഒരു എൻസൈം ഇതിന്റെ ലെവല് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ്. നമ്മൾക്ക് ജസ്റ്റ് കോഡ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കോഡാണ്. ഓക്കെ, സോ ജസ്റ്റ് നമ്മൾക്ക് ഇങ്ങനെ പറയാം. അസ്റ്റ് എന്നുള്ളത് നമുക്ക് എന്താ പറയാ, ഈ എന്താ പറയാ, അഷ്ട എന്നൊക്കെ കേട്ടിട്ടില്ലേ? എട്ടിന് വേണ്ടിയിട്ട് നമ്മള് അഷ്ട എന്ന് പറയും. ഓക്കെ, അഷ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് പറയാം. പിന്നെ നമുക്കുള്ളത് എന്താണ്, ലിവർ ഉണ്ട്, ഹാർട്ട് ഉണ്ട്, മസിൽസ് ഉണ്ട്. ഓക്കെ, അപ്പോ എല്ലുണ്ട്, ലിവറിന്റെ LI, പിന്നെ അതേപോലെ തന്നെ ഹാർട്ടിന്റെ H, പിന്നെ മസിൽസ്. ഓക്കെ, അഷ്ട എന്നുള്ളത് ASTനെ ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഷ്ട എന്ന് പറയാം. പിന്നെ ഇതിന്റെ ലിവറിന്റെ LIയും ഹാർട്ടിന്റെ Hയും മസിലിന്റെ M യൂസ് ചെയ്തിട്ട് ലേഹ്യം എന്നൊക്കെ ഓർക്കാം. ഓക്കെ, അഷ്ടലേഹ്യം എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാവുന്നതാണ്. പിന്നെ ജസ്റ്റ് ഫണ്ണായിട്ട് ഓർത്താൽ മതി. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും പിന്നീട്. ഓക്കെ, അഷ്ടലേഹം ഇങ്ങനെയൊക്കെ വെറുതെ അഷ്ടലേഹം, ഒരു ലേഹ്യത്തിന്റെ പേരാണ് അഷ്ടലേഹം, അങ്ങനെ ഓർക്കുക. പിന്നെ അഷ്ടലേഹം, പിന്നെ അഷ്ടലേഹം ബാക്കിയുണ്ടല്ലോ, അതായത് ഏതൊക്കെ ഡിസോർഡേഴ്സ് ആണുള്ളത് എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാന്നറിയോ, മയോകാർഡിയൽ ഇൻഫ്രാക്ഷന്റെ MY എടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ മസിൽ ഡിസോർഡേഴ്സിന്റെ MU എടുക്കുക. പിന്നെ എന്താ, ലിവർ ഡിസീസ് ആണ്, അതായത് MYMU. ഓക്കെ, മൈമു, നമുക്ക് മൈമൂനെ ഷോർട്ട് ആക്കിയിട്ട് മൈമു എന്ന് വിളിക്കാം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് മൈമു എന്ന് പറയാം. പിന്നെ എന്താ ഉള്ളത്, ലിവർ ഡിസീസ് ആണ്, അതിന് വേണ്ടിയിട്ട് ലൈവ് എന്ന് ആലോചിക്കാം. ലൈവ്, LIVE, ലൈവ് എന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പൊ അഷ്ടലേഹം കഴിച്ചിട്ട് മൈമു ലൈവിൽ വന്നു. അതാണ് അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസിന്റെ കാര്യങ്ങളൊക്കെ ഓർക്കാനുള്ള കോഡ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഫണ്ണായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചാൽ മതി. അപ്പം പിന്നൊരു കാര്യമുണ്ട്, നമ്മള് കോഡ് പഠിച്ച് ലാസ്റ്റ് എക്സാമിന് ഇരുന്നിട്ട് കോഡ് ഓർമ്മ ഉണ്ടാവും, പക്ഷെ അഷ്ടലേഹ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താന്ന് വിചാരിച്ചിട്ട് കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾ കോഡ് മാത്രം ഓർക്കരുത്. ഓർക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, കോഡ് ഡീകോഡ് ചെയ്തിട്ട് കൂടി ഓർത്ത് നോക്കണം. അതായത് അഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ് ആണെന്നുള്ള ഒരു ഓർമ്മ നമുക്ക് വേണം. അതേപോലെ ഈ ലേഹ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് L ഫോർ ലിവർ, അതേപോലെ H ഫോർ ഹാർട്ട്, M ഫോർ മസിൽ, ആ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഓർമ്മ വേണം കേട്ടോ. അല്ലാണ്ട് വെറുതെ കോഡ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, സോ അതാണ് അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസിന്റെ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് ആൽക്കലൈൻ ഫോസ്ഫേറ്റ്. ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ആണ്. ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിലും ബോണിലും കിഡ്നിയിലും ബൈൽ ഡക്റ്റിലും ആണ് കണ്ടുവരുന്നത്. നോർമൽ റേഞ്ച് 44 to 147 യൂണിറ്റ് പെർ ലിറ്റർ ആണ്. ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ALP ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ബൈൽ ഡക്റ്റ് ഒബ്സ്ട്രക്ഷൻ, അതായത് ബൈൽ ഡക്റ്റ് ബ്ലോക്ക് ആയി പോകും. അതേപോലെ തന്നെ ലിവർ ഡിസീസ് വരാം, ബോൺ ഡിസീസ് വരാം, പിന്നെ ക്യാൻസേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് അല്ലെങ്കിൽ ALPന്റെ പ്രശ്നം. ഓക്കെ, അങ്ങനെ ഇത്ര ഇതിനകത്ത് പറയാനുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് കോഡ് കൂടി ഒന്ന് പറയാം, ജസ്റ്റ് കുറച്ച് ഫണ്ണായിക്കോട്ടെ അല്ലേ. അപ്പോ അതായത് ALP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്പം എന്ന് ഓർക്കാം. അല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുറച്ച് അല്ലെ, അല്പം. ഓക്കെ, അല്പം എന്ന് ഓർക്കാം. അല്പം. പിന്നെ ഇതാണ്
ബൈൽ ഡക്റ്റിന്റെ BI, ലിവറിന്റെ LI. അപ്പൊ നമുക്ക് ബിൽ എന്ന് പറയാം. ഓക്കെ, ബിൽ അതായത് അല്പം എന്നുള്ളത് ഓക്കെ. അപ്പോ അല്പം ബിൽ, പിന്നീട് ബോണിന്റെ BO ഉണ്ട്, കിഡ്നീന്റെ KI ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ALP എന്നുള്ള ഇതിന്റെ വെച്ചിട്ട് അല്പം എന്ന് പറയാം, അല്പം. പിന്നെ BIന്റെ ബൈൽ ഡക്റ്റിന്റെ BIയും ലിവറിന്റെ എല്ലാം വെച്ചിട്ട് ബില്ല് എന്ന് പറയാം. അതേപോലെ തന്നെ ബോണിന്റെ ബോയും കിഡ്നീന്റെ കീയും വെച്ചിട്ട് ബോക്കി എന്ന് പറയാം. അത് ബാക്കി എന്നാക്കാം. അതായത് അല്പം ബിൽ ബാക്കി. ഓക്കെ, അല്പം ബില്ല് ബാക്കിയുണ്ട്, ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ബാക്കിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡിസീസസ് വേണമല്ലോ അല്ലെ. ഡിസീസസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോണിന്റെ ബോയും ബൈൽ ഡക്റ്റിന്റെ BIയും എടുക്കാം. ബോണിന്റെ ബോ, ബൈൽ ഡക്റ്റിന്റെ ബോബി. പിന്നെ ക്യാൻസറിന്റെ ക്യാ, ലിവർ ഡിസീസിന്റെ കാലി എന്ന് പറയാം. ഓക്കെ, അതായത് അല്പം ബിൽ ബാക്കി, ബോബി കാലി. അതായത് അല്പം ബില്ല് ബാക്കിയുണ്ട്, കാരണം എന്താണ്, ബോബി കാലിയായി, ബോബിന്റെ പേഴ്സ് കാലിയായിട്ടുണ്ട്. സോ അല്പം ബിൽ ബാക്കി, ബോബി കാലി. ഇങ്ങനെയൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറയാന്നേ ഉള്ളൂ. സോ ജസ്റ്റ് ഫണ്ണായിട്ട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് ആണ് നമ്മളെ ഗാമ ഗ്ലൂട്ടാമൈൽ ട്രാൻസ്ഫറേസ്, GGT എന്നാണ് ഈ ഒരു എൻസൈമിന്റെ പേര്. ഓക്കെ, ഗാമ ഗ്ലൂട്ടാമൈൽ ട്രാൻസ്ഫറേസ് അതായത് ഗാമ പൊസിഷനിലുള്ള ഗ്ലൂട്ടാമൈൽ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളാണ് ഗാമ ഗ്ലൂട്ടാമൈൽ ട്രാൻസ്ഫറേസ്. ഗാമ കാർബൺ, ആൽഫ കാർബൺ, ബീറ്റ കാർബൺ, ഗാമ കാർബൺ ഒക്കെ അറിയുണ്ടാവുമായിരിക്കും അല്ലെ. ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുള്ള കാർബൺ ആണ് ആൽഫ കാർബൺ, അതിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ആണ് ബീറ്റ കാർബൺ, അതിന്റെ അപ്പുറത്തുള്ളതാണ് ഗാമ കാർബൺ. ഗാമ കാർബണിൽ നിന്ന് ഗ്ലൂട്ടാമൈൽ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന എൻസൈമാണ് ഗാമ ഗ്ലൂട്ടാമൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിലും ബൈൽ ഡക്റ്റിലുമാണ് ഈ എൻസൈം കണ്ടുവരുന്നത്. പിന്നെ ഇതിന്റെ നോർമൽ റേഞ്ച് 9 to 48 യൂണിറ്റ് പെർ ലിറ്റർ ആണ്. ഓക്കെ, 9 to 48 യൂണിറ്റ് പെർ ലിറ്റർ ആണ് നോർമൽ റേഞ്ച്. അതിൽ കൂടിക്കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ്. പിന്നെ ഇതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു GGTന്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ബൈൽ ഡക്റ്റിന്റെ പ്രോബ്ലംസ് വരാം, ലിവർ ഡിസീസ് വരാം, അതേപോലെ ക്രോണിക് ആൽക്കഹോൾ അബ്യൂസ്. ആൽക്കഹോൾ ഒക്കെ നമ്മൾ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ലിവറിനെ അഫക്ട് ചെയ്യും പറയില്ലേ, അത് ഈ ഒരു എൻസൈമിന്റെ എമൗണ്ട് കൂടുന്നതുകൊണ്ടാണ്. അങ്ങനെയാണ് ആൽക്കഹോൾ കഴിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഈ ഒരു എൻസൈമിന്റെ എമൗണ്ട് കൂടിയിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ 2 പ്രോട്ടീൻസ് കൂടി ബാക്കിയുണ്ട്. ഒന്ന് ബിലിറൂബിൻ. ഓക്കെ, ബിലിറൂബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു RBC ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴുള്ള ബൈ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ RBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലേ, റെഡ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ എന്നൊക്കെ പറയുന്നത്. അപ്പം RBCന്റെ ലൈഫ് സ്പാൻ എത്രയാണെന്ന് അറിയോ? RBCന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഡേയ്സ് ആണ്. ഓക്കെ, 120 ഡേയ്സ് മാത്രമേ RBC നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ അത് എന്താ ഡേഞ്ചറസ് ആ. അപ്പൊ അങ്ങനെ RBCനെ നമ്മൾ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് നശിപ്പിച്ച് കളയും. അങ്ങനെ നശിപ്പിച്ച് കളയുമ്പോൾ അതിനകത്ത് നിന്നുള്ള ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയുന്ന രീതിയിൽ എന്തൊക്കെയാണ്, ഹീമോഗ്ലോബിൻ ഒക്കെ ഉണ്ടാവില്ലേ, ഹീമോഗ്ലോബിൻ, അങ്ങനെ കുറെ സംഭവങ്ങൾ അതിനകത്ത് നിന്ന് പുറത്തു പോകും. അതേപോലെയുള്ള ഒരാളാണ് ബിലിറൂബിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബിലിറൂബിൻ ഇതേപോലെ ഒരു RBCനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് പൊട്ടിച്ച് കളയുന്ന സമയത്ത് വരുന്ന ഒരു സംഭവമാണ്, ഉണ്ടാവുന്ന ഒരു സാധനമാണ് ബിലിറൂബിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് പിന്നെ ഈ ബിലിറൂബിനെ പ്രോസസ്സ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്നത് ആരാണ്? ലിവറാണ്. അതായത് ലിവർ ഇതിനെ പ്രോസസ്സ് ചെയ്യും, റിമൂവ് ചെയ്യാൻ പാകത്തിനാക്കി കൊടുക്കും. എന്നിട്ട് അത് നമ്മളെ ബൈൽ ജ്യൂസ് ഉണ്ടല്ലോ, ബൈൽ ജ്യൂസ് നമുക്ക് അറിയാലോ അല്ലെ, ബൈൽ ജ്യൂസിൽ കൂടെയാണ് ഈ ഒരു ബിലിറൂബിനെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എവിടെയായിരിക്കും മെയിൻ ആയിട്ട് നമ്മളെ ബിലിറൂബിൻ പ്രസന്റ് ആയിട്ടുണ്ടാവുക? ലിവറിൽ തന്നെ ആയിരിക്കും, കാരണം പ്രോസസ്സിങ് നടക്കുന്നത് ലിവറിലാണ്. പിന്നീട് അത് ബൈൽ വഴി അങ്ങനെ റിമൂവ് ചെയ്ത് പോവുമായിരിക്കും. ഓക്കെ, അപ്പം ഇതിന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 0.1 to 1.2 മില്ലിഗ്രാംസ് ആണ് പെർ ഡെസിലിറ്റർ. ഓക്കെ, 0.1 to 1.2 മില്ലിഗ്രാംസ് പെർ ഡെസിലിറ്റർ. അത്രയും കുറഞ്ഞ എമൗണ്ടേ ഇത് ഉണ്ടാവാൻ പാടുള്ളൂ, അതിൽ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഡയറക്റ്റ് ബിലിറൂബിൻ ആണ്. ഡയറക്റ്റ് ബിലിറൂബിൻ ആണെങ്കിൽ ടോട്ടൽ ബിലിറൂബിൻ ഉണ്ടും അതേപോലെ ഡയറക്റ്റ് ബിലിറൂബിൻ ഉണ്ട്. ടോട്ടൽ ബിലിറൂബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡയറക്റ്റും ഇൻഡയറക്റ്റ് ബിലിറൂബിനാണ്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ബിലിറൂബിൻ എന്ന് പറയാം, അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് ആൻഡ് നോൺ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ. ഈ 2 ടൈപ്പ് ബിലിറൂബിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ്
ടോട്ടൽ ബിലിറൂബിൻ. അപ്പം എന്താണ് ഡയറക്റ്റ് ബിലിറൂബിൻ, അല്ലെങ്കിൽ എന്താണ് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, കോൺജുഗേറ്റഡ് ആൻഡ് നോൺ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ, ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞു ലിവറിനകത്ത് വെച്ചിട്ടാണ് ബിലിറൂബിനെ പ്രോസസ്സ് ചെയ്യുന്നത് അല്ലെ. ബിലിറൂബിനെ ലിവറിനകത്ത് വെച്ചിട്ട് പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ടുള്ള ബിലിറൂബിനെ ബൈൽ വഴി റിമൂവ് ചെയ്യും അല്ലെ. അങ്ങനെയാണ്. അപ്പം ഈ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ബിലിറൂബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് ബിലിറൂബിൻ അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ബിലിറൂബിൻ അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിനകത്ത് വെച്ചിട്ട് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ള ബിലിറൂബിൻ ആണ്. അത് വാട്ടർ സോല്യൂബിൾ ആണ്, നമ്മൾക്ക് ഈസി ആയിട്ട് ബൈൽ വഴി റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഡയറക്റ്റ് ബിലിറൂബിൻ അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ. അപ്പൊ പിന്നെ എന്താണ് ഇൻഡയറക്റ്റ് ബിലിറൂബിൻ അല്ലെങ്കിൽ നോൺ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, പ്രോസസ്സ് ചെയ്യാത്ത ബിലിറൂബിൻ ആണ്. അതായത് ഇപ്പം RBC ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് ബിലിറൂബിൻ റിലീസ് ചെയ്തോ വിചാരിക്കുക, അത് അപ്പോഴേ പോയിട്ട് പ്രോസസ്സ് ചെയ്യില്ല ലിവർ, കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ആ പ്രോസസ്സ് ചെയ്യണതിന്റെ മുന്നുള്ള ബിലിറൂബിനെ നമ്മൾ എന്ത് പറയും, ഇൻഡയറക്റ്റ് ബിലിറൂബിൻ അല്ലെങ്കിൽ നോൺ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ പറയും. ഓക്കെ, അതെന്താണ്, അത് വാട്ടർ സോല്യൂബിൾ അല്ല, അതും നേരെ മറിച്ച് ഫാറ്റ് സോല്യൂബിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ബിലിറൂബിൻ അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ നോൺ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്, പ്രോസസ്സ് ചെയ്തിട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യമാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടോട്ടൽ ബിലിറൂബിൻ, ഡയറക്റ്റ് ബിലിറൂബിൻ ആണ് നോക്കുന്നത്. ഇനിയിപ്പോ വേണമെങ്കിൽ ഇതിനകത്ത് ഇൻഡയറക്റ്റ് ബിലിറൂബിൻ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ, ഈ ടോട്ടൽ ബിലിറൂബിനകത്തുനിന്ന് ഡയറക്റ്റ് ബിലിറൂബിന്റെ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും, ഇൻഡയറക്റ്റ് ബിലിറൂബിൻ ആയിരിക്കും അല്ലെ. അങ്ങനെ എന്തായാലും നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ടോട്ടൽ ബിലിറൂബിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് 0.1 to 1.2 മില്ലിഗ്രാംസ് ആണ് നോർമൽ എമൗണ്ട് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റ് ബിലിറൂബിൻ ആണെങ്കിൽ വെറും ഒരു 0.4 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ, അത്ര സ്മോളർ എമൗണ്ട് ആയിട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, പിന്നെ ഇതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജോണ്ടീസ് ഉണ്ടാവും, അതേപോലെ തന്നെ ലിവർ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും, ബൈൽ ഡക്ട് ഒബ്സ്ട്രക്ഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈൽ ഡക്റ്റിന് ഒരു തടസ്സം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതായത് ഇപ്പൊ നമുക്കറിയാം മഞ്ഞപ്പിത്തം കൂടുമ്പോൾ കൂടുതലായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഉള്ള ഒരാൾക്ക് മൊത്തത്തിൽ മഞ്ഞയായിരിക്കും, മഞ്ഞ കളറായിരിക്കും. കേട്ടിട്ടില്ലേ, മഞ്ഞപ്പിത്തം പിടിച്ചു കഴിഞ്ഞാൽ മഞ്ഞക്കണ്ണ്, അല്ലത് മഞ്ഞപ്പിത്തം പിടിച്ച കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ മഞ്ഞയായിരിക്കും എന്നൊക്കെ പറയില്ലേ. കാണുന്നതൊന്നും മഞ്ഞയല്ല, അതൊക്കെ ജസ്റ്റ് പഴഞ്ചൊല്ലാണ്, ജസ്റ്റ് ബനാന ടോക്സ് ഓൺലി. പിന്നെ ജസ്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിനകത്തൊക്കെ മഞ്ഞ കളർ വന്നിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിലിറൂബിന്റെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് ആ ഒരു കളർ വരുന്നത്. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ബിലിറൂബിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്താണ്, മഞ്ഞപ്പിത്തം വരും. അതേപോലെ പിന്നെ മഞ്ഞപ്പിത്തം കൂടുതലായി കഴിഞ്ഞാൽ എന്തോ ലിവറിന് ഡിസ്ഫങ്ഷൻ സംഭവിക്കും, ലിവർ മൊത്തത്തിൽ ഡാമേജ് ആവുന്ന പോലെ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാതെ വരും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബൈൽ ഡക്ട് ഒബ്സ്ട്രക്ഷൻ, എന്തൊരു ഒബ്സ്ട്രക്ഷൻ വരാൻ കാരണം പ്രോപ്പർ ആയിട്ട് ബിലിറൂബിന്റെ മൂവ്മെന്റ് ഒന്നും പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടാവില്ല. അതായത് പ്രോപ്പർ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടാവില്ല. പ്രോസസ് ചെയ്ത ബിലിറൂബിൻ, പ്രോസസ് ചെയ്യാത്ത ബിലിറൂബിൻ എല്ലാം കൂടി കെട്ടി കിടന്നിട്ട് അങ്ങനെ ബൈൽ ഡക്ട് മൊത്തം ബ്ലോക്ക് ആവുന്ന അല്ലെങ്കിൽ ഒബ്സ്ട്രക്ട് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരും. ഓക്കെ, പിന്നെ നമുക്ക് ഇനി നോക്കാനുള്ളത് ആൽബുമിൻ വെച്ചിട്ട് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ആൽബുമിന്റെ പർപ്പസ്, എവിടെയൊക്കെയാണുള്ളത്. അപ്പം ആൽബുമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ്. ഓക്കെ, അത് ഓങ്കോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സബ്സ്റ്റൻസുകളെ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ആൽബുമിന്റെ ഫംഗ്ഷൻ അതൊക്കെയാണ്. ആൽബുമിന്റെ നോർമൽ റേഞ്ച് 3.5 to 5.0 ഗ്രാംസ് പെർ ഡെസിലിറ്റർ ആണ്. പിന്നെ ആൽബുമിന് മാത്രം നമ്മൾ ലോ ലെവൽസ് ആണ് നോക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഗ്നിഫിക്കന്റ് ആണ്, ബാക്കിയുള്ള എല്ലാവരുടെ കേസിലും അങ്ങനെയായിരുന്നു. പക്ഷെ ആൽബുമിന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ലെവൽസ് ആണ് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ട് നോക്കുന്നത്. ലോ ലെവൽസ് ആണെങ്കിൽ ക്രോണിക്, അതായത് ആൽബുമിന്റെ എമൗണ്ട് ഈ പറഞ്ഞിട്ടുള്ള 3.5 to 5.0 അല്ലെങ്കിൽ 3.5നും കുറവാണെന്നുണ്ടെങ്കിൽ അത് ക്രോണിക് ലിവർ ഡിസീസ് ആവാം, മാൽന്യൂട്രീഷൻ ആവാം, അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ, ലിവറിനകത്ത് നീര്, വീക്കം എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ എന്തായിരിക്കും ആൽബുമിന്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. ഓക്കെ, പിന്നെ വേറൊരു ടെസ്റ്റ് ആണ് പ്രോത്രോംബിൻ ടൈം, PT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ്. ഓക്കെ, ഈ ടെസ്റ്റിൽ എന്താ നമ്മൾ മെഷർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമാണ്. ഓക്കെ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം, എന്നിട്ട് ലിവറിന്റെ എബിലിറ്റി, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിവറിന്റെ എബിലിറ്റി, അതായത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ ഒരാള് ലിവറാണ്. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കേട്ടിട്ടില്ലേ, ഫൈബ്രിനോജൻസ്, പ്ലേറ്റ്ലെറ്റ്സ്, അങ്ങനെ പ്ലാസ്മ പ്രോട്ടീൻസ്, ഇങ്ങനത്തെ ഒക്കെ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളെ ബ്ലഡ് ക്ലോട്ട്, നമ്മൾക്ക് ഒരു വൂണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ
അവിടെ ഒരു ക്ലോട്ട് ഫോം ചെയ്താൽ ബ്ലഡ് ഫ്ലോ നിൽക്കാൻ വേണ്ടിയിട്ട് ക്ലോട്ട് ഫോം ചെയ്യണമല്ലോ. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ്, അതായത് ഈ ഒരു ബ്ലഡ് കട്ട പിടിക്കാനുള്ള ഫാക്ടേഴ്സിനെ ഫോം ചെയ്യുന്നത് ലിവറാണ്. അപ്പം ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട് എന്നാണ് പ്രോത്രോംബിൻ ടൈമിൽ ആ ഒരു ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൺസിഡറബിൾ ഒരു നോർമൽ ടൈം റേഞ്ചിനകത്ത് ക്രോസ് ചെയ്യാം. നോർമൽ ടൈം റേഞ്ച് എത്രയാ? 11 to 13.5 seconds. ഈ ഒരു ടൈമിനകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നോർമൽ ആണ്. പക്ഷേ അത് കൂടിക്കഴിഞ്ഞാൽ ഇതിലേറെ കൂടിക്കഴിഞ്ഞാൽ ഒരു 20 seconds ഒക്കെ കഴിഞ്ഞിട്ടാണ് ബ്ലഡ് ക്ലോട്ട് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ ലിവർ ഡിസീസ് കാരണമായിട്ടാവാം, അല്ലെങ്കിൽ പിന്നെ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ആവാം. വൈറ്റമിൻ കെക്കും ബ്ലഡ് ക്ലോട്ടിങ്ങിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ഓക്കെ, അപ്പൊ വൈറ്റമിൻ കെ ഒന്നല്ലെങ്കിൽ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ആയിരിക്കും, അല്ലെങ്കിൽ ലിവർ ഡിസീസ് ആയിരിക്കും. ഇങ്ങനെ ഇങ്ങനെ ഏതെങ്കിലും ആയിരിക്കും ഇതിന് കാരണം. അതായത് നമ്മൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾക്കൊരു ബോഡിക്കകത്തൊരു ഒരു വൂണ്ട് ഫോം ചെയ്ത് ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞിട്ട് ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒന്നല്ലെങ്കിൽ ലിവർ ഡിസീസ് അല്ലെങ്കിൽ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി അതാവാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മൾ പ്രോത്രോംബിൻ ടെസ്റ്റ് വഴി ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ നമ്മളിപ്പം ഈ ഒരു ടെസ്റ്റുകൾ, അതായത് ലിവർ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ, ഏകദേശം എൻസൈംസ് ഒക്കെ വെച്ചിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അലാനിൻ അമിനോ ട്രാൻസ്ഫറേസ്, ALT-നെ കുറിച്ചിട്ട് പറഞ്ഞു, നമ്മൾ കോഡൊക്കെ വെച്ചിട്ട് പഠിച്ചു അല്ലേ. പിന്നെ അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ്, AST ഉണ്ടായിരുന്നു. പിന്നെ ആൽക്കലൈൻ ഫോസ്ഫറ്റൈസ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഗാമ ഗ്ലൂട്ടാമിൽ ട്രാൻസ്ഫറൈസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മളെ ബിലിറൂബിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ആൽബുമിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതേപോലെ പ്രോത്രോംബിൻ ടൈം പറഞ്ഞു. അതാണ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ബിലിറൂബിൻ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ബിലിറൂബിന്റെ എസ്റ്റിമേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മാലോയ് എവ്ലിൻ മെത്തേഡ്. ഓക്കെ, മാലോയ് ആൻഡ് എവ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 സയന്റിസ്റ്റുകളാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനങ്ങനെ പേരിട്ടത്, സ്വാഭാവികം. സോ അത് 1930s ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, അതായത് ബിലിറൂബിൻ ലെവൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടെസ്റ്റ്. നമ്മൾ ബിലിറൂബിൻ കൂടിപ്പോയാലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു അല്ലേ, ജോണ്ടീസും ലിവർ ഡിസീസും എല്ലാം വരൂലേ. അപ്പൊ ആ ബിലിറൂബിൻ കൂടുതലാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്, അതറിയാലോ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. പിന്നെ ഇത് കലറിമെട്രിക് അസേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബിലിറൂബിൻ എന്നൊക്കെ എന്താണെന്ന് അറിയാലോ അല്ലെ. ഡയറക്റ്റ് ബിലിറൂബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോസസ്സ് ചെയ്തിട്ടുള്ള ബിലിറൂബിൻ, അതായത് ബൈൽ ജ്യൂസിലൂടെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള വാട്ടർ സോലബിൾ ആയിട്ടുള്ള ബിലിറൂബിൻ, അതാണ് ഡയറക്റ്റ് ബിലിറൂബിൻ. ഇൻഡയറക്റ്റ് ബിലിറൂബിൻ എന്താണ്? പ്രോസസ് ചെയ്യാത്ത ഫാറ്റ് സോലബിൾ ആയിട്ടുള്ള ബിലിറൂബിൻ. ഓക്കെ, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് പറയും? ടോട്ടൽ ബിലിറൂബിൻ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. അപ്പം ഈ മാലോയ് എവ്ലിൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിലിറൂബിൻ ഡയാസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡിനോടുള്ള റിയാക്ഷൻ വെച്ചിട്ടാണ്. അതായത് നമ്മൾ ബിലിറൂബിൻ, നമ്മളിപ്പോ സാമ്പിൾ ഒരു പേഷ്യന്റ് ഉണ്ടെങ്കിൽ ആ പേഷ്യന്റിന്റെ ബോഡിക്കകത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ബിലിറൂബിൻ ഡയാസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡ്. എന്താണ്? ഡയാസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡ്. ഓക്കെ, ഡയാസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡ് ഇതിനോട് എങ്ങനെ റിയാക്ട് ചെയ്തിട്ട് ഒരു കളേർഡ് ആയിട്ടുള്ള അസോബിലിറൂബിൻ കോംപ്ലക്സ് ഫോം ചെയ്യും. ഓക്കെ, കളേർഡ് ആയിട്ടുള്ള അസോബിലിറൂബിൻ കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ കോംപ്ലക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? സ്പെക്ട്രോഫോട്ടോമെട്രി വെച്ചിട്ട് ക്വാണ്ടിഫൈ ചെയ്യാം. ക്വാണ്ടിഫൈ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർ ചെയ്യാം. ഓക്കെ, മെഷർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ ബിലിറൂബിൻ എടുക്കും, പേഷ്യന്റിന്റെ ബോഡിക്കകത്തുള്ള സാമ്പിൾ, പേഷ്യന്റിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള സാമ്പിളിനകത്ത് നിന്ന് ബിലിറൂബിൻ എടുക്കും. എന്നിട്ട് ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് ഡയാസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡ്. കെമിക്കലി പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ആരോമാറ്റിക് കോമ്പൗണ്ടിനെ ഒരു ഡയാസറ്റൈസ്ഡ് സോൾട്ട് ആക്കി മാറ്റുന്നൊരു സംഭവമാണ് ഡയാസറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും വേണ്ട, ജസ്റ്റ് മനസ്സിലാക്കുക. ഒരു കെമിക്കൽ റിയേജന്റ് ആണ്. നമ്മൾ ലാബ് ടെസ്റ്റുകളിലൊക്കെ ഒരുപാട് കെമിക്കൽ റിയേജൻസ് യൂസ് ചെയ്യല്ലോ, അതുപോലെ ഒരു കെമിക്കൽ റിയേജന്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഡയാസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ കോമ്പൗണ്ടും ഈ ഒരു റിയേജന്റ്, ഈ കെമിക്കൽ റിയേജന്റും ബിലിറൂബിനും കൂടി തമ്മിൽ റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഒരു കളർ ഉള്ള ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. അതിനെ നമ്മൾ അസോബിലിറൂബിൻ കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ അസോബിലിറൂബിൻ കോംപ്ലക്സിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? സ്പെക്ട്രോഫോട്ടോമെട്രി വെച്ചിട്ട്
അതിനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യും. അതായത് എത്ര എമൗണ്ട് ഉണ്ട് അതിനകത്ത് ആ ഒരു കളേർഡ് കോമ്പൗണ്ട് എത്ര മാത്രം പ്രസന്റ് ആണെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എങ്ങനെയാ മെഷർ ചെയ്യുന്നത്? സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു സബ്സ്റ്റൻസ്, ഒരു കെമിക്കൽ സബ്സ്റ്റൻസിലൂടെ ലൈറ്റ് പാസ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ ലൈറ്റിന് ഒരുപാട് വേവ് ലെങ്ത് ഉണ്ട് എന്നൊക്കെ അറിയാലോ അല്ലെ? ലൈറ്റിന് ഇപ്പൊ നമ്മൾക്ക് വിസിബിൾ വേവ് ലെങ്ത് 400 to 700 നാനോമീറ്റർ ആണ് വിസിബിൾ ആയിട്ടുള്ള വേവ് ലെങ്ത്. റെയിൻബോന്റെ കളേഴ്സ് വിബ്ജിയോർ, അത് വയലറ്റ് മുതൽ റെഡ് വരെ 7 കളേഴ്സ് ആണെങ്കിൽ 7 ആൾക്കും 7 വേവ് ലെങ്ത് ഒക്കെ ആയിരിക്കും അല്ലെ? ഡിഫറെന്റ് വേവ് ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക ഓരോ കളേഴ്സിനും. അപ്പൊ അതൊക്കെ അറിയാലോ. അതുപോലെ തന്നെ നമ്മള് ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള ഒരു ലൈറ്റിന് നമ്മള് ഈ നമുക്ക് കിട്ടിയിട്ടുള്ള കോംപ്ലക്സ്, അതായത് കളേർഡ് ആയിട്ടുള്ള ഈ ഒരു കോംപ്ലക്സിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കുറച്ച് ഡിറ്റക്ടേഴ്സ് ഉണ്ടാവും, അത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോമ്പൗണ്ട് അതിനകത്ത് എത്രമാത്രം പ്രസന്റ് ആണെന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സ്പെക്ട്രോഫോട്ടോമെട്രി അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ് കോമ്പൗണ്ട്, അതായത് ആരാണ് റിയാക്ട് ചെയ്യുന്നത്? ഡയാസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡ് നോടാണ് ബിലിറൂബിൻ റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഫോം ചെയ്യുന്നതാണ് അസോ ബിലിറൂബിൻ കോംപ്ലക്സ്. ഈ അസോ ബിലിറൂബിൻ കോംപ്ലക്സിനെ നമുക്ക് സ്പെക്ട്രോഫോട്ടോമെട്രി വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ബിലിറൂബിൻ ബോഡിക്കകത്ത് പ്രസന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇനി കുറച്ചുകൂടി റിയേജൻസിന്റെ പേരൊക്കെ പഠിക്കാനുണ്ട്. അപ്പം റിയേജൻസ് ഇതാണ്: ഡയാസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡ് റിയേജന്റ്. എവിടെയെങ്കിലും കേട്ട പരിചയമുണ്ടോ? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? ഓക്കെ, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇതിങ്ങനെ വലിയ പേരൊക്കെ ഉള്ള ഒരാളാ. അപ്പൊ ഇതിനെങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സൾഫാനിലിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ മിക്സ് ചെയ്യും. എന്തിന്റെ കൂടെ? സോഡിയം നൈട്രൈറ്റിന്റെ കൂടെ. ഓക്കെ, സോഡിയം നൈട്രൈറ്റ് ഉണ്ട്, നൈട്രൈറ്റ് ഉണ്ട്, കൺഫ്യൂഷൻ ആവണ്ട, നൈട്രൈറ്റ് ആണ്. ഓക്കെ, അപ്പോ എന്തൊക്കെയാ ഡയാസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡ് റിയേജന്റിൽ എന്തൊക്കെയാണുള്ളത്? സൾഫാനിലിക് ആസിഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, പിന്നെ സോഡിയം നൈട്രേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോ ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം നൈട്രേറ്റും ഉള്ള ഒരു മിക്സ്ചറിലേക്ക് സൾഫാനിലിക് ആസിഡ് കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡയാസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡ് റിയേജന്റ്. ഓക്കെ, അങ്ങനെ അത് ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് മെത്തനോൾ ആണ്. മെത്തനോൾ എന്തിനു വേണ്ടിയിട്ടാ? മെത്തനോള് സോൾവെന്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോൾവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അലിയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രോപ്പർ ആയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട് ഒക്കെ അറിയാലോ അല്ലെ? ഇപ്പൊ വാട്ടർ ആയിരിക്കും യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ആണ്. അപ്പൊ അതേപോലെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന സോൾവെന്റ് എന്താ? മെത്തനോളാ. ഓക്കെ, അതായത് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടും സ്റ്റെബിലൈസ് ചെയ്യാൻ, അതായത് ഇപ്പം ഇവരൊക്കെ മൂന്ന് പേരാ മിക്സ് ചെയ്യുന്നത്, 3 പേരും 3 വിധമായിരിക്കും. അപ്പൊ ഇവരൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് റെഡിയാക്കി നിർത്താൻ വേണ്ടിയിട്ട് അതാണ് മെത്തനോളിന്റെ ഡ്യൂട്ടി. ഓക്കെ, ഇവരൊക്കെ ഒന്ന് സെറ്റ് ആക്കി നിർത്തുക എന്നുള്ളതാണ് മെത്തനോളിന്റെ ഡ്യൂട്ടി. അങ്ങനെയാണ് നമ്മളെ ഈ പറഞ്ഞിട്ടുള്ള ഡയാസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡ് റിയേജന്റ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ബഫർ സൊല്യൂഷൻസ് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. pH, അതായത് ചിലപ്പം റിയാക്ഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ pH ഒരു പെർട്ടിക്കുലർ pHൽ മാത്രമേ റിയാക്ഷൻ നടക്കൂ എന്നൊക്കെ ഉണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബഫർ സൊല്യൂഷൻ ഒക്കെ യൂസ് ചെയ്യാം. ബഫർ സൊല്യൂഷൻ ഒക്കെ അറിയാലോ അല്ലെ? നമ്മള് pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ്. അതായത് ബഫർ സൊല്യൂഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ pH പെട്ടെന്നൊന്നും, ഇപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ pH പെട്ടെന്നൊന്നും ചേഞ്ച് ചെയ്യൂല. ബഫർ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അവർ pHനെ ആ ഒരു പെർട്ടിക്കുലർ pHനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. പിന്നെ സീറം ഓർ പ്ലാസ്മ എന്തായാലും വേണം അല്ലെ? പേഷ്യന്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള സീറം അല്ലെങ്കിൽ പ്ലാസ്മ അതില്ലാതെ പറ്റുമോ? അത് വെച്ചിട്ടല്ലേ നമ്മൾ ബിലിറൂബിന്റെ എമൗണ്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെന്തായാലും വേണം. ഇത്രയും റിയേജൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമ്മൾക്ക് എങ്ങനെയാ ടെസ്റ്റിലേക്ക് പോവാം അല്ലെ? അപ്പൊ ബിലിറൂബിന്റെ എമൗണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ടോട്ടൽ ബിലിറൂബിൻ, ആദ്യം മൊത്തം ബിലിറൂബിൻ എത്രയാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പേഷ്യന്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള സീറം അല്ലെങ്കിൽ പ്ലാസ്മ മിക്സ് ചെയ്യുക. എന്തിന്റെ കൂടെ മിക്സ് ചെയ്യണം? ഡയാസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡ് റിയേജന്റ് ആൻഡ് മെത്തനോൾ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് ഡയാസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡ് റിയേജന്റ്, അതേപോലെ മെത്തനോൾ. ഇതിന്റെ രണ്ടിന്റെയും കൂടെ എന്ത് മിക്സ് ചെയ്യണം? നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള സീറം അല്ലെങ്കിൽ പ്ലാസ്മ എന്തായാലും പറ്റും. ഓക്കെ, സീറം വേണമെങ്കിൽ സീറം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലാസ്മ വേണമെങ്കിൽ പ്ലാസ്മ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അത് വെച്ചിട്ട് നമ്മൾ അത് മിക്സ് ചെയ്യാം. എന്നിട്ട് റിയാക്ഷൻ എന്ത് സംഭവിക്കും? ഈ മിക്സ്ചറിന് നമ്മളൊരു പെർട്ടിക്കുലർ ടൈമിൽ അവർ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുക. അപ്പോഴാണ് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നത്?
നേരത്തെ പറഞ്ഞില്ലേ ഒരു കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യുമെന്ന്, എന്നിട്ട് അതാണ് നമ്മൾ സ്പെക്ട്രോഫോട്ടോമെട്രി വെച്ചിട്ട് മെഷർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ. ആ കോംപ്ലക്സ് ഏത് കോംപ്ലക്സ്? അസോ ബിലിറൂബിൻ കോംപ്ലക്സ്. എന്ത് കോംപ്ലക്സാ? അസോ ബിലിറൂബിൻ കോംപ്ലക്സ് ഫോം ചെയ്യും. ഓക്കെ. പിന്നെ എന്നിട്ട് നമ്മൾ ഇപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അബ്സോർബ് ചെയ്യാൻ പറ്റും. അല്ല, അബ്സോർബൻസ് മെഷർ ചെയ്യാൻ പറ്റും. അതായത് എത്രമാത്രം ലൈറ്റിന്റെ വേവ് ലെങ്തിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താ നേരത്തെ പറഞ്ഞ സ്പെക്ട്രോഫോട്ടോമെട്രി അല്ലെ? സ്പെക്ട്രോഫോട്ടോമെട്രി വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 540 നാനോമീറ്റർ വേവ് ലെങ്താ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് നമ്മൾ ചൂസ് ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആണ്. 540 നാനോമീറ്റർ ഉള്ള വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യും. ആ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ലൈറ്റിനകത്ത് ഉണ്ടാവുള്ളൂ. ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവും. ആ ഒരു ലൈറ്റ് സോഴ്സിനകത്ത് 540 നാനോമീറ്റർ ഉള്ള ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫോം ചെയ്ത അസോ ബിലിറൂബിൻ കോംപ്ലക്സ് വഴി ഇങ്ങനെ കടത്തിവിടും. ഓക്കെ, അതിങ്ങനെ കടത്തിവിടുമ്പോൾ എത്ര ലൈറ്റ്, എത്രമാത്രം ലൈറ്റിനെയാണ് അല്ലെങ്കിൽ എത്ര ലൈറ്റിന്റെ എമൗണ്ട്, എത്ര ഇന്റൻസിറ്റിയിലാണ് ഈ കോംപ്ലക്സ് അബ്സോർബ് ചെയ്തിട്ടുള്ളത് നോക്കും. അങ്ങനെ അബ്സോർബ് ചെയ്തിട്ടുള്ളത് എത്രയാന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? എന്താ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ ബിലിറൂബിൻ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ എത്ര ലൈറ്റിനെ അബ്സോർബ് ചെയ്തു നോക്കിയിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ ബിലിറൂബിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ ബിലിറൂബിൻ കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് ബിലിറൂബിൻ നോക്കാം. ഓക്കെ, ഡയറക്റ്റ് ബിലിറൂബിൻ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഡയറക്റ്റ് ബിലിറൂബിൻ കാൽക്കുലേറ്റ് ചെയ്യാനും ഇതേപോലെ തന്നെയാണ്, സെയിം പ്രൊസീജിയറാ. പക്ഷെ ഇവിടെ എന്ത് വേണ്ട? മെഥനോൾ വേണ്ട. ഓക്കെ, എന്ത് വേണ്ട? മെഥനോൾ വേണ്ട. ഓക്കെ, അപ്പോ ഇവിടെ സീറം അല്ലെങ്കിൽ പ്ലാസ്മ നമ്മൾ എന്ത് ചെയ്യും? ഡയാസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡിന്റെ റിയേജന്റിന്റെ കൂടെ മിക്സ് ചെയ്യും. മെഥനോൾ വേണ്ട. അത് നേരത്തെ എന്താണ്? ടോട്ടൽ ബിലിറൂബിൻ ആയപ്പോൾ നമ്മൾ മെഥനോൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ബിലിറൂബിൻ ആകുമ്പോൾ എന്താ? മെഥനോൾ ആഡ് ചെയ്യണ്ട. ഓക്കെ, എന്നിട്ട് നേരത്തെ പോലെ തന്നെ ബാക്കിയെല്ലാം നേരത്തെ പോലെ തന്നെയാണ്. നമ്മൾ മിക്സ്ചറിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി വിടുന്നു ഒരു സ്പെസിഫൈഡ് ടൈമിനകത്ത്. അതിനുശേഷം ആ ഒരു കളർഡ് കോംപ്ലക്സ്, എന്തായിരുന്നു കളർഡ് കോംപ്ലക്സിന്റെ പേര്? അസോ ബിലിറൂബിൻ കോംപ്ലക്സ് അല്ലെ? അസോ ബിലിറൂബിൻ കോംപ്ലക്സിന്റെ അബ്സോർബൻസ് നമ്മൾ മെഷർ ചെയ്യും. ഇതും സെയിം വേവ് ലെങ്ത് ആണ്, 540 നാനോമീറ്റർ. ഒരു സ്പെക്ട്രോഫോട്ടോമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അസോ ബിലിറൂബിൻ കോംപ്ലക്സിന്റെ അബ്സോർബൻസ് മെഷർ ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാക്കും എത്ര ബിലിറൂബിൻ അതിനകത്ത്, അല്ലെങ്കിൽ എത്ര ഡയറക്റ്റ് ബിലിറൂബിൻ ഉണ്ടെന്ന് മനസ്സിലാവും. ഇനിയിപ്പം എന്താ ചെയ്യാ? ഇൻഡയറക്റ്റ് ബിലിറൂബിൻ കിട്ടിയില്ലല്ലോ എന്ന് ആർക്കെങ്കിലും വിഷമമുണ്ടോ? ഇൻഡയറക്റ്റ് ബിലിറൂബിൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ബിലിറൂബിന് ഡയറക്റ്റ് ബിലിറൂബിൻ ജസ്റ്റ് ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും കിട്ടും. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ സെപ്പറേറ്റ് ആയിട്ട് മെഷർ ചെയ്യണമെന്നുണ്ടോ? സെപ്പറേറ്റ് ഇനിയിപ്പോ ടെസ്റ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഈ 2 ടെസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് 3 റിസൾട്ട് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് കാൽക്കുലേഷൻ. ടോട്ടൽ ബിലിറൂബിൻ, അതായത് മെഥനോൾ റിയാക്ഷൻ മിക്സ്ചർ ഇൻ ദ പ്രസൻസ് ഓഫ് മെഥനോൾ, അല്ലെങ്കിൽ മെഥനോളും കൂടി ആഡ് ചെയ്തിട്ട്, പ്രസൻസ് നല്ല ശരിക്കും നമ്മൾ മെഥനോൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെഥനോൾ കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ ബിലിറൂബിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. അതേപോലെ മെഥനോൾ ഇല്ലാതെ റിയാക്ഷൻ മിക്സ്ചർ മാത്രമാണെങ്കിലാണ്, സൾഫാനിലിക് ആസിഡ് റിയേജന്റും അതേപോലെ തന്നെ നമ്മൾ സീറം അല്ലെങ്കിൽ പ്ലാസ്മ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് ബിലിറൂബിൻ കിട്ടും. ഓക്കെ, പിന്നെ ഇൻഡയറക്റ്റ് ആണെങ്കിൽ ടോട്ടലിൽ നിന്ന് ഡയറക്റ്റിന്റെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പോ പറഞ്ഞത് എന്തായിരുന്നു ടെസ്റ്റ്? മാലോയ് എവ്ലിൻ മെത്തേഡ് ഫോർ ബിലിറൂബിൻ എസ്റ്റിമേഷൻ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോ നമ്മൾ അതിന്റെ പ്രിൻസിപ്പിൾ ഒക്കെ പറഞ്ഞു. പിന്നെ അതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ റിയേജൻസ് ആണ് അതിന് ആവശ്യമുള്ളത്, പ്രൊസീജിയർ, ടോട്ടൽ ബിലിറൂബിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ, അതേപോലെ ഡയറക്റ്റ് ബിലിറൂബിൻ എന്താണ്, ടോട്ടൽ ബിലിറൂബിൻ എന്താണ്, ഡയറക്റ്റ് ബിലിറൂബിൻ എന്താണ്, ഇൻഡയറക്റ്റ് ബിലിറൂബിൻ ഇതിന്റെയൊക്കെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, കാൽക്കുലേഷൻസ് എങ്ങനെയാണ്, എല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ? ഓക്കെ, ഇനി കുഞ്ഞു 2 ടോപ്പിക്സ് കൂടിയേ ബാക്കിയുള്ളൂ. ഓക്കെ, കമോൺ, ബാക്ക് ടു ടോപ്പിക്. നമ്മൾ ഇനി പറയുന്നതാണ് ലിപ്പിഡ് പ്രൊഫൈൽ. ഓക്കെ, ലിപ്പിഡ് പ്രൊഫൈല് നമ്മൾക്കറിയാം അല്ലെ? ജസ്റ്റ് നമ്മൾക്ക് ആദ്യം എന്തൊക്കെ ലിപ്പിഡ്സ് ആണ് നമുക്കുള്ളത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ബോഡിക്കകത്ത് ഓവറോൾ ആയിട്ട് നമ്മൾ ഉള്ള കൊളസ്ട്രോൾസ് ആണ്. കൊളസ്ട്രോൾസ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൊളസ്ട്രോൾസ് ആണ് ഉള്ളത്. അല്ലെ, നമ്മൾ കേട്ടിട്ടില്ലേ ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട്, ബാഡ് കൊളസ്ട്രോൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ആരാ നോക്കാം. LDL ഉണ്ട് ഫസ്റ്റ്, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൊളസ്ട്രോൾ. ഓക്കെ,
ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് LDL എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് ബാഡ് കൊളസ്ട്രോളാണ്. ഓക്കെ, ലോ ഡെൻസിറ്റി ആയതുകൊണ്ട് ബാഡ് കൊളസ്ട്രോളാണ്. ഓക്കെ, ഇതിന്റെ ഹൈ ലെവൽസ് കാരണമായിട്ടാണ് നമ്മൾ ആർട്ടറീസിനകത്ത് പ്ലാക്ക് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർട്ടറിക്കകത്ത് ഇങ്ങനെ ബ്ലോക്ക് പോലെ ഈ ഒരു ഫാറ്റ് ഇങ്ങനെ കിടക്കും. അപ്പൊ ആർട്ടറി എന്തായിരിക്കും, ആർട്ടറിന്റെ ഫംഗ്ഷൻ എന്താ, ബ്ലഡ് ക്യാരി ചെയ്യാന്നുള്ളതാണ് അല്ലേ. അപ്പൊ ആർട്ടറിന്റെ ആ ഒരു ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പ് പോലെയാ. അപ്പൊ പൈപ്പിന്റെ അകത്ത് കുറച്ച് ചെളിയൊക്കെ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിലൂടെയുള്ള വാട്ടർ ഫ്ലോ കുറവായിരിക്കും അല്ലെ. അതേപോലെ ആർട്ടറിക്കകത്ത് ഈ പറഞ്ഞിട്ടുള്ള LDL വന്നിട്ട് അടിഞ്ഞു കൂടി കഴിഞ്ഞാല് ആർട്ടറിന്റെ ആ ഒരു ഡയമീറ്റർ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വോളിയം കുറയും. അതായത് അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും. കുറച്ച് ചെറിയൊരു സ്പേസ് ഉണ്ടാവുള്ളൂ, അതിൽ മാത്രമേ ബ്ലഡിന് ഫ്ലോ ചെയ്യാൻ പറ്റുണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, ബ്ലഡ് ഫ്ലോ കുറയും. അങ്ങനെ പറ്റേ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾക്ക് ഹാർട്ടിലേക്കൊന്നും ബ്ലഡ് വരില്ല, എത്തില്ല. അങ്ങനെ വന്നിട്ട് അങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഹാർട്ട് അറ്റാക്കും കാര്യങ്ങളും. ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അങ്ങനെയാണ് ബ്ലോക്ക്, ഇങ്ങനെയാണ് ബ്ലോക്ക് വരുന്നത്. ബ്ലോക്ക് ഉണ്ടാക്കുന്ന ആളാണ് LDL. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ HDL ആണ്. HDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനാ, ഹൈ ഡെൻസിറ്റി ഉള്ള ആളാ. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ എന്താ ഗുഡ് കൊളസ്ട്രോളാ, നല്ല കൊളസ്ട്രോളാ. എന്താ ചെയ്യുന്നത്, LDL-നെ റിമൂവ് ചെയ്യും. ഈ പറഞ്ഞിട്ടുള്ള ആർട്ടറിനെ ബ്ലോക്ക് ചെയ്ത് കിടക്കുന്ന LDL-നൊക്കെ റിമൂവ് ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോ ഒന്നുകൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് HDL. HDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അപ്പൊ HDL എന്താ, ഗുഡ് കൊളസ്ട്രോളാ അല്ലേ. പിന്നുള്ളത് ട്രൈഗ്ലിസറൈഡ്സ് ആ. ഇത് ബ്ലഡിനകത്തുള്ള ഒരു കൈൻഡ് ഓഫ് ഫാറ്റ് ആണ്. ഇതിന്റെ ലെവൽസ് കൂടിക്കഴിഞ്ഞാൽ എന്താ, ഹാർട്ട് ഡിസീസിന്റെ റിസ്ക് കൂടും, ഹാർട്ട് ഡിസീസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടും. ഇതും അത്ര നല്ല ആളൊന്നും അല്ല. പിന്നുള്ളത് VLDL ആ. VLDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനാ. ഓക്കെ, LDL-ന്റെ ഒക്കെ പോലെ തന്നെ വേറൊരു ബാഡ് കൊളസ്ട്രോൾ ആണ്. ഓക്കെ, ഇത് ട്രൈഗ്ലിസറൈഡ്സിനോട് കൂടുതലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൊളസ്ട്രോളിന്റെ ഫോം ആണ്. ട്രൈഗ്ലിസറൈഡ്സ് കൂടിക്കഴിഞ്ഞാൽ VLDL-ഉം കൂടും. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ ഇത്രയും കൊളസ്ട്രോൾസ് ഉള്ളത്. ഇതിനകത്ത് എന്താ, ആകെ ഒരു നല്ല ആളെ ഉള്ളൂ അല്ലെ, അതാരാ, HDL. ഓക്കെ, പിന്നെ ഇനി നമുക്ക് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കാം, എങ്ങനെയാണ് ഈ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് എന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോ കാർഡിയോവാസ്കുലർ ഡിസീസ് മെയിൻ ആയിട്ട് നമ്മൾ ഹാർട്ടിന്റെ ഹെൽത്ത് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റിന്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹാർട്ടിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഹാർട്ട് ഹെൽത്തി ആണോ എന്നൊക്കെ ഇവരെ ഈ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, അത്ര ഇമ്പോർട്ടന്റ് ടോപ്പിക് ഒന്നും അല്ല, എങ്കിലും ജസ്റ്റ് കേട്ടോ. അതായത് നമ്മളൊരു 9 to 12 hours, നമ്മൾ ടെസ്റ്റിന് മുന്നേ 9 to 12 hours നമ്മൾ ഫാസ്റ്റിങ്ങിലായിരിക്കണം, ഫുഡൊന്നും കഴിക്കാൻ പാടില്ല, വെള്ളം മാത്രം കുടിച്ച് റെഡി ആവുക. പിന്നെ ഡയറ്റ്, അതായത് ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡും ഒക്കെ 24 hours നമ്മൾ ടെസ്റ്റിന്റെ ഒരു 24 hours മുന്നേ തന്നെ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ മെഡിക്കേഷൻ, നമ്മൾ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അത് പറയണം. കാരണം ചില മെഡിസിൻസ് ഒക്കെ കൊളസ്ട്രോൾ ലെവലിനെ അഫക്ട് ചെയ്യും. ചിലത് കൊളസ്ട്രോൾ ലെവലിനെ വല്ലാതെ കുറക്കും, ചിലത് കൊളസ്ട്രോൾ ലെവലിനെ വല്ലാതെ കൂട്ടും. അതൊക്കെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് വരാം. നേരത്തെ പറഞ്ഞത് അത്ര ഇമ്പോർട്ടന്റ് അല്ലായിരുന്നു, പക്ഷെ ഇപ്പോ പറയുന്നത് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കൂ. അപ്പൊ നമുക്ക് നോക്കാം, ടോട്ടൽ കൊളസ്ട്രോൾ എന്തായിരുന്നു, എല്ലാ കൊളസ്ട്രോളും കൂട്ടിയിട്ടുള്ള കൊളസ്ട്രോളിന്റെ എമൗണ്ട്, അത് ലെസ് ദാൻ 200 mg/dL. ഓക്കെ, അതാണ് അതിന്റെ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. 200 mg മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താ, അപ്പോഴാണ് നമ്മൾ പറയുന്നത് അയ്യോ കൊളസ്ട്രോൾ കൂടിപ്പോയി, കൊളസ്ട്രോൾ ആണ് എന്നൊക്കെ പറയുന്നത് അതിന് കൂടുതലാവുമ്പോഴാണ്. ഓക്കെ, പിന്നെ LDL കൊളസ്ട്രോൾ ആരാ, ബാഡ് കൊളസ്ട്രോളാ. അപ്പൊ വെറും 100 mg മാത്രമേ അലോ ചെയ്തിട്ടുള്ളൂ. 100 mg മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താ, ഡേഞ്ചറാ. പിന്നെ ആരാ, HDL കൊളസ്ട്രോൾ ആരാ, നല്ല ആളാ അല്ലെ, ഗുഡ് കൊളസ്ട്രോൾ അല്ലെ. അപ്പം അതും പക്ഷെ കുറച്ച് ബോഡിയിൽ കുറച്ച് മതി, കൂടുതലാവേണ്ടെന്നല്ല, അത് കൂടുതൽ വേണം. പക്ഷെ ഏറ്റവും കുറഞ്ഞത് ഒരു 40 mg എങ്കിലും വേണം. 40 mg അല്ലെങ്കിൽ കൂടാം, കുഴപ്പമില്ല, പക്ഷെ മിനിമം 40 mg എങ്കിലും നമ്മളെ ബോഡിക്കകത്ത് വേണം. അത് ആർക്കാ, മെന്നിനും വിമണിനും ഡിഫറെന്റ് ആട്ടോ. ഈ HDL കൊളസ്ട്രോളിന്റെ എമൗണ്ട് മെന്നിലും വിമണിലും ഡിഫറെന്റ് ആണ്. മെന്നാണെങ്കിൽ 40 mg/dL അല്ലെങ്കിൽ അതിൽ കൂടുതലാവാൻ കുഴപ്പമില്ല. HDL അല്ലേ, നല്ല കൊളസ്ട്രോൾ അല്ലേ, കൂടിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ വിമണിനാണെങ്കിൽ 50
per deciliter ഓർ ഹയർ. വിമണിലാണെങ്കിൽ 50 milligram അല്ലെങ്കിൽ അതിലും കൂടുതലാവാം, കുഴപ്പമില്ല. ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ ലെസ് ദാൻ 150 milligram per deciliter ആണ് പാടുള്ളൂ. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, കൊളസ്ട്രോൾ അല്ലെ, ടോട്ടൽ കൊളസ്ട്രോൾ എത്രയാ, ലെസ് ദാൻ 200 milligram per deciliter പാടുള്ളൂ. LDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 100 milligram per deciliter പാടുള്ളൂ. പിന്നുള്ളത് HDL കൊളസ്ട്രോൾ ആണ്, അതാണ് നല്ല കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഗുഡ് കൊളസ്ട്രോൾ. അത് മെന്നിലും വിമണിലും അതിന്റെ എമൗണ്ട്സ് ഡിഫറെന്റ് ആണ്. മെൻ ആണെങ്കിൽ 40 milligram per deciliter അല്ലെങ്കിൽ അതിൽ കൂടുതലാവാം. വിമൺ ആണെങ്കിൽ മിനിമം 50 milligram per deciliter എങ്കിലും വേണം, അല്ലെങ്കിൽ അതിൽ കൂടുതലാവാം. പിന്നെ ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെസ് ദാൻ 150 milligram per deciliter അത്രേ പാടുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾക്ക് പറയാനുള്ളതാണ് കോമൺ മെത്തേഡ്സ് ഫോർ കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ. ഇതേപോലെ തന്നെയാണ്. പിന്നെ കൊളസ്ട്രോൾ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്ന് മാത്രമേ നോക്കാനുള്ളൂ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കൂ, ഇത് ലാസ്റ്റ് ടോപ്പിക് ആണ്. ഈ ഒരു ടോപ്പിക് കൂടി മാത്രമാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ബാക്കിയുള്ളത്. ഓക്കെ, അപ്പൊ നോക്കാം അല്ലെ, കൊളസ്ട്രോൾ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നോക്കാം. ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡിനകത്തുള്ള എല്ലാ മൊത്തം കൊളസ്ട്രോളിനെയും മെഷർ ചെയ്യും. ഇത് എങ്ങനെയാ മെഷർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസൈമാറ്റിക് മെത്തേഡ്സ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കളർഡ് പ്രൊഡക്റ്റ് ഫോം ചെയ്യും. നമ്മൾ നേരത്തെ കളർഡ് പ്രൊഡക്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? എന്തായിരുന്നു അതിന്റെ പേര്? അസോബിലിറൂബിൻ അല്ലെ. അത് എവിടെയായിരുന്നു ഫോം ചെയ്യുന്നത്? നമ്മൾ ബിലിറൂബിൻ എസ്റ്റിമേഷന്റെ സമയത്ത് ഫോം ചെയ്യുന്നതായിരുന്നു അല്ലേ. അപ്പം അതേപോലെ നമ്മൾ ഇവിടെ ഈ ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കോൺസെൻട്രേഷൻ എത്രമാത്രം ഉണ്ടോ അത്രയും ആ ഒരു സെയിം എമൗണ്ടിലായിരിക്കും ഈ ഒരു കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോ മില്ലിഗ്രാംസ് ആയിരിക്കും. അതായത് ഇതിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് മില്ലിഗ്രാംസ് പെർ ഡെസിലിറ്റർ അല്ലെങ്കിൽ മില്ലിമോൾസ് പെർ ലിറ്റർ. ഈ ഒരു ഇതാണ് ഇതിന്റെ യൂണിറ്റ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂണിറ്റ്സ് എങ്ങനെയാ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്? മില്ലിഗ്രാംസ് പെർ ഡെസിലിറ്റർ അല്ലെങ്കിൽ മില്ലിമോൾസ് പെർ ലിറ്റർ. ഇതാണ് നമ്മൾ യൂണിറ്റ്സ് ഇതിൻ്റെത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തിന്റെ? കൊളസ്ട്രോളിന്റെ, ടോട്ടൽ കൊളസ്ട്രോളിന്റെ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾക്ക് പറയാനുള്ളത് LDL കൊളസ്ട്രോൾ ആണ്. ഓക്കെ, LDL കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞ LDL എന്താ? ബാഡ് കൊളസ്ട്രോൾ ആയിരുന്നു അല്ലെ. അപ്പൊ ബാഡ് കൊളസ്ട്രോളിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്ത് ഫോർമുലയാ? അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ഫ്രീഡ്-വാൾഡ് ഫോർമുല. ഓക്കെ, ഫ്രീഡ്-വാൾഡ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ട്രൈഗ്ലിസറൈഡ്സ് ലെസ് ദാൻ 400 milligram per deciliter പാടുള്ളൂ. അതായത് 400 milligram കൂടാൻ പാടില്ല. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ ഫ്രീഡ്-വാൾഡ് ഫോർമുല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് മെഷർമെന്റ് ആണ് കൂടുതൽ ആക്യുറേറ്റ്, പക്ഷെ അത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ്. ഓക്കെ, അതുകൊണ്ട് കുറച്ചുകൂടി അധികം എക്യുപ്മെന്റ്സ് റിയേജൻസ് ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അത് കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫ്രീഡ്-വാൾഡ് ഫോർമുലയാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ LDLന്റെ പോലെ തന്നെയാണ് LDL കൊളസ്ട്രോൾ. അതും ബാഡ് കൊളസ്ട്രോൾ ആണ്. അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ ഡിസീസസിനൊക്കെ കാരണമായിട്ടുള്ളതാണ്. ഹൈ ലെവൽസ് ആണെങ്കിൽ നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ HDL കൊളസ്ട്രോൾ ആണ്. ഓക്കെ, HDL കൊളസ്ട്രോൾ, HDLC എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇതെന്താ? നല്ല കൊളസ്ട്രോൾ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് കൊളസ്ട്രോൾ ആണ്. കാർഡിയോവാസ്കുലർ ഡിസീസസിനെ അഗേൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യും. അതായത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു HDL എന്താ ചെയ്യുന്നത്? ആർട്ടറീസിലുള്ള ബ്ലോക്കേജ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ഇതായിരുന്നു അല്ലെ. അതേപോലെ തന്നെയാണ് HDLഉം. ഇതെങ്ങനെയാ മെഷർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഈ HDLന്റെ പ്രസൻസിൽ മാത്രം നടക്കുന്ന ചില എൻസൈമാറ്റിക് റിയാക്ഷൻസ് ഉണ്ട്. അതിനകത്ത് ആ ഒരു പെർട്ടിക്കുലർ എൻസൈംസും അതേപോലെ തന്നെ ലിപ്പോപ്രോട്ടീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രസിപ്പിറ്റേറ്റിന്റെ എമൗണ്ട് ഒക്കെ വെച്ചിട്ടാണ്. അതായത് നമ്മൾ കുറച്ച് എൻസൈംസ്, അതായത് HDLന്റെ പ്രസൻസിൽ മാത്രം പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യണ എൻസൈംസ് അല്ലെങ്കിൽ ലിപ്പോപ്രോട്ടീൻസ്, വേറെ മറ്റുള്ള ലിപ്പോപ്രോട്ടീൻസിനൊക്കെ യൂസ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ഒക്കെ ചെയ്തിട്ട് അതിന്റെ വാല്യൂ ഒക്കെ നോക്കിയിട്ട് അങ്ങനെയായിരിക്കും ഇതിന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ടെസ്റ്റ് ഒന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. സോ അതാണ് HDL കൊളസ്ട്രോൾ. പിന്നെ HDLC നമ്മൾ പറഞ്ഞു, കൊളസ്ട്രോൾ എന്താ? ഗുഡ് കൊളസ്ട്രോൾ ആണ്, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു കൊളസ്ട്രോൾ ആണ്. പിന്നെ ഉള്ളതാണ് ട്രൈഗ്ലിസറൈഡ്സ്. ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ അല്ല, അത് ശരിക്കും ഫാറ്റി ആസിഡ് ആണ്. ഫാറ്റി ആസിഡ്സിനകത്താണ് ഈ ഒരു ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ വരുന്നത്. ഇതും പക്ഷെ നമ്മൾ കൊളസ്ട്രോൾ ലെവൽസിന്റെ കൂടെ തന്നെ മെഷർ ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ്.
ഓക്കെ, ഇതിനകത്ത് നമ്മൾ എൻസൈമാറ്റിക് മെത്തേഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ടോട്ടൽ കൊളസ്ട്രോളിന്റെ പോലെ തന്നെ ഈ ഒരു ട്രൈഗ്ലിസറൈഡ്സിന്റെ എലിവേറ്റഡ് ആയിട്ടുള്ള ലെവൽസും കാർഡിയോവാസ്കുലർ റിസ്ക്, അതായത് ഈ ഒരു പറഞ്ഞിട്ടുള്ള കൊളസ്ട്രോൾ, ലിപ്പിഡ്, ഫാറ്റി ആസിഡ് ഇവരൊക്കെ എലിവേറ്റഡ് ലെവൽസ്, അതായത് HDL അല്ലാത്ത ഈ പറഞ്ഞിട്ടുള്ള LDL-C, VLDL ഇവരൊക്കെ എലിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും കാർഡിയോവാസ്കുലർ റിസ്ക് ആണ്. നമ്മളെ ഹാർട്ടിനെയാണ് ഇവരൊക്കെ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നുള്ളത് നോൺ HDL കൊളസ്ട്രോൾ ആണ്. നമ്മൾ HDL എന്താ? ഗുഡ് കൊളസ്ട്രോൾ അല്ലേ? അപ്പം ഗുഡ് കൊളസ്ട്രോൾ അല്ലാത്ത കൊളസ്ട്രോളുകളൊക്കെയാണ് നോൺ HDL കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ കൊളസ്ട്രോൾ മൈനസ് HDL-C. ഓക്കെ, ടോട്ടൽ കൊളസ്ട്രോളിൽ നിന്ന് HDL കൊളസ്ട്രോളിന്റെ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? HDL അല്ലാത്ത കൊളസ്ട്രോളിന്റെ വാല്യൂ കിട്ടും. സിമ്പിൾ അല്ലേ? സോ അതാണ് ഈ നോൺ HDL കൊളസ്ട്രോൾ എന്ന് നമ്മൾ ജസ്റ്റ് പറയുന്നത്. ഇത് അഥറോജനിക് ലിപ്പോപ്രോട്ടീൻസിന്റെ ഒരു മാർക്കർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് അഥറോജനിക് ലിപ്പോപ്രോട്ടീൻസിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഥറോസ്ക്ലറോസിസ് എന്നൊക്കെ ഉള്ള ആർട്ടറിയിലുള്ള വീക്ക്നെസ് അല്ലെങ്കിൽ ആർട്ടറിന്റെ ബ്ലോക്കേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാരണമായിട്ട് പിന്നെ നമ്മളെ ഹാർട്ടിനെ എഫക്ട് ചെയ്യും. ഹാർട്ടിന് ഒരുപാട് ഡിസീസസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. ആ ഡിസീസസിനൊക്കെ കാരണമായിട്ടുള്ള ലിപ്പോപ്രോട്ടീൻസിന്റെ ഒക്കെ ഒരു ഏകദേശം ഒരു മാർക്കർ ആയിട്ട് അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വാല്യൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതായിരുന്നു, അത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ലാസ്റ്റ് പറഞ്ഞത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഓടിച്ചിട്ട് വിടാം. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് ലിപ്പിഡ് പ്രൊഫൈൽ ആയിരുന്നു, ടോട്ടൽ കൊളസ്ട്രോൾ പറഞ്ഞു, LDL, HDL, ട്രൈഗ്ലിസറൈഡ്സ്, VLDL ഒക്കെ പറഞ്ഞു. ഇതിനകത്ത് HDL മാത്രമാണ് ഗുഡ് കൊളസ്ട്രോൾ, ബാക്കി എല്ലാവരും നമ്മളെ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നതാണ്. പിന്നെ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പറേഷൻസ് എന്നൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസൈറബിൾ റേഞ്ചസ് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കൊളസ്ട്രോൾ ലെസ് ദാൻ 200 mg/dL ആണ്, LDL കൊളസ്ട്രോൾ ലെസ് ദാൻ 100 mg/dL, HDL കൊളസ്ട്രോൾ മെന്നിലാണെങ്കിൽ മിനിമം 40 mg/dL വേണം, അല്ലെങ്കിൽ അതിൽ കൂടിയാലും കുഴപ്പമില്ല. വിമനിലാണെങ്കിൽ മിനിമം 50 mg/dL വേണം, അല്ലെങ്കിൽ കൂടിയാലും കുഴപ്പമില്ല. ട്രൈഗ്ലിസറൈഡ്സ് ലെസ് ദാൻ 150 mg/dL ആണ് വേണ്ടത്. ഓക്കെ, പിന്നെ കുറച്ച് കോമൺ മെത്തേഡ്സ് കൊളസ്ട്രോൾ എങ്ങനെയൊക്കെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ എൻസൈമാറ്റിക് മെത്തേഡ്സ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. LDL കൊളസ്ട്രോൾ നമുക്ക് ഫ്രീഡ്വാൾഡ് ഫോർമുല യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ HDL കൊളസ്ട്രോൾ ഇതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടാണ് കൂടുതലായിട്ടും മെഷർ ചെയ്യുന്നത്. ട്രൈഗ്ലിസറൈഡ് കൊളസ്ട്രോൾ അല്ലെങ്കിലും കൊളസ്ട്രോൾ മെഷർ ചെയ്യുന്നതിന്റെ കൂടെ മെഷർ ചെയ്യാറുണ്ട്. പിന്നെ നോൺ HDL കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDL അല്ലാത്ത എല്ലാ ബാഡ് കൊളസ്ട്രോൾസിന്റെയും മെഷർമെന്റ് ആണ്. നമുക്ക് ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് HDLന്റെ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. So that's all about this session. Thank you.